അടിച്ചാലേ അറിയത്തുള്ളൂ. ഹോൺ അടിച്ചോണ്ട് മാത്രം പുള്ളി അറിഞ്ഞത്. വണ്ടി തള്ള വേറൊരു തെണ്ടിയുടെ ആവശ്യം വേണ്ട, അതാണ്. ഇതാണല്ലേ റിവേഴ്സ് മോഡ്. ഏത് F77 അങ്ങനെ എന്തൊക്കെ ആരാ ഓണർ എന്നറിയാം. ഇത് വലിച്ചെടുത്തോണ്ട് പോവല്ലേ ബാക്കിലോട്ട്. പക്ഷെ ഫ്രണ്ടിലോട്ട് ഉരുട്ടിരിക്കാനൊക്കെ എളുപ്പം. അല്ലെങ്കിൽ ഇത്രയും വെയിറ്റും കൊണ്ട് പാടല്ലേ. ഒരു ചരിഞ്ഞൊരു സ്ഥലത്തായിരിക്കുന്ന ഈ വണ്ടി പൊക്കാൻ പോലും പറ്റില്ല. നേരെ ഇരിക്കണോണ്ടാ വണ്ടി എടുത്ത് പൊക്കി വെക്കില്ല സ്റ്റാൻഡിൽ. ഈ സാധനം ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ലാത്ത. ഇതിപ്പോ ഈ ബീപ്പ് അടിച്ചോണ്ടിരിക്കും. ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് മോഡിലോട്ട് ഡ്രൈവ് മോഡിൽ അത് ഞെക്കി പിടിച്ചിട്ട് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തത്. ഓ ഡ്രൈവിലെ ഇപ്പം ഗ്ലൈഡിലാണ് കിടക്കുന്നത്. മോഡ് മാറാൻ പറ്റേണ്ടത് കോമ്പാക്ട്. ഈ ഗ്ലൈഡാണോ എക്കോ മോഡ്? ഗ്ലൈഡാണ് എക്കോ മോഡ്. അതിനാണ് 124 കൂടെ ഓടും. റേഞ്ച് പറയാം 126. മറ്റേതിലാണ് 103, 92. എത്ര എക്സ്പെക്ടഡ് റേഞ്ച് എത്ര പറയുന്നത്? ഇപ്പം വണ്ടി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാലേ അതൊക്കെ കിട്ടുള്ളൂ. 160 സംതിങ് എന്തോ പറയണ്ട. അത്രയും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഓടിച്ചു നോക്കിയിട്ട്. ഓക്കെ കംഫോർട്ടൊക്കെ ബാക്കിൽ ലഗേജ് വെക്കാനുള്ള സാധനമായിട്ട് അവർ ചെയ്തിരിക്കണമെന്ന് തോന്നുന്നു. ഞാനൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. അതിന്റെ നോർമൽ ഒരു 50% പവർ സ്കൂട്ടറൊക്കെ ഓടിക്കണ പോലെ. ഓടിക്കണ പോലെ അല്ല, ഇത് കുറച്ചും കൂടെ ഉണ്ട്. ഓലയൊക്കെ പോലെ കൊണ്ടുവല്ലേ. ഓലയൊക്കെ പോലെ. പക്ഷേ ഓടിച്ച് തുടങ്ങുമ്പോൾ കണ്ട ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണെന്ന് തോന്നത്തില്ല. ട്രാഫിക്കിലൂടെ ഓടിക്കാൻ നല്ല സുഖമാണ്. ഒരു സ്ട്രെച്ച് കിട്ടുമ്പോൾ മോഡ് മാറിക്കൊണ്ട് ഏതാ റീജൻ ഇപ്പോഴാ വന്നേ. എന്നുവെച്ചാൽ മറ്റേത് ഫുൾ ചാർജ് കിടക്കുമ്പോൾ വരില്ല. ഫുൾ ചാർജിലാവുമ്പോൾ പിന്നെ റീജന് പോകാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 70, 80 ഒക്കെ താഴെ പോയാലേ റീജൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ റീജൻ വന്നാണ്. ഞാനിത് റീജനോട്ട് ഓട്ടിച്ചില്ല. അവിടെ വരാനായിട്ടാണ് എത്ര ഹോൺ അടിക്കും. അത് വലിയൊരു പ്രശ്നമാണ്. ബാക്കിലുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ഇത് ഒച്ചയും ബഹളം ഇല്ലാതെ സൈഡിൽ കൂടെ കയറി പോകല്ലേ. ഇതിന് മറ്റേ ഹെൽത്തിക്ക് ഇടുമ്പോൾ നല്ലൊരു ഒച്ച വരും. നമ്മൾ ഇതിലൂടെ ഇതിലായതുകൊണ്ട് കേൾക്കാത്തതാണ്. മൂളിപ്പാട്ടുണ്ട്. മോഡ് മാറിയ സ്ഥലം മാറിപ്പോയി. പിന്നെ ഹോണും ഇച്ചിരി കൂടുതൽ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ഒരുത്തന്മാരും വെറുതെ നോക്കിയല്ലോ വണ്ടി ഓടിക്കണം. വണ്ടിക്ക് സൗണ്ടും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രസമാണ്. ബമ്പറിലൊക്കെ
പോലും 80 ഒക്കെ അല്ലേ? തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞേ ഈ പാസ് ബട്ടൺ അങ്ങോട്ട് കൈ വെച്ച് ഇങ്ങനെ തള്ളാൻ ഒരു അതൊരു ഇതാണ്. അവുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് തള്ളാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഈ രാത്രി ഈ സാധനങ്ങളൊന്നും കാണാൻ പറ്റാത്തത്. സ്വിച്ചിലൊന്നും ലൈറ്റ് ഇല്ല. ഈ ഇൻഡിക്കേറ്റർ സൗണ്ട് മാറ്റാൻ പറ്റും. സൗണ്ട് ഏറ്റവും കുറച്ചായത് വെച്ചിരിക്കുന്നത്. അല്ല, വേറെ സൗണ്ട് ആക്കാൻ പറ്റുമോ? അതില്ല. പക്ഷെ എൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് മാറുന്നുണ്ട് മോഡിനനുസരിച്ച്. അതുണ്ട്, നല്ല വ്യത്യാസം. ഈ ചിലതിലൊക്കെ ഈ മോഡ് വെച്ചിരിക്കണ പോലെ അല്ല, ആ മോഡിനനുസരിച്ച് മാറുന്നുണ്ട്. ഇത് ഫുള്ള് ഇപ്പം കൈ കൊടുത്തിട്ട് നീങ്ങുന്നില്ല. ഗ്ലൈഡിലല്ലേ, ഗ്ലൈഡിൽ പോവില്ല. അതും ഇപ്പം കോമ്പാക്റ്റ് ഒക്കെ ഓട്ടിച്ചിട്ട് പിന്നെ ഗ്ലൈഡ് ഒട്ടും ഓട്ടിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ഓണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാണെങ്കിൽ ഇച്ചിരി പ്രായമുണ്ട്. പുള്ളി പറയുന്ന പുള്ളി ഫുള്ള് കോമ്പാക്റ്റ് അല്ല ബലിസ്റ്റിക്കിലിട്ട് ഓട്ടിക്കുന്നത്. മറ്റേത് രസമുണ്ട്, ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുന്നു. അതെ, അത് ഒട്ടും തിരക്കില്ല, ആരുമില്ലാത്ത റോഡാണെങ്കിൽ ട്രാക്ഷന് ഫുൾ ഓഫ് ചെയ്തിട്ട് ബലിസ്റ്റിക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം കിട്ടണതിൻ്റെ ഒരു 10% കൂടെ എക്സ്ട്രാ പവർ വെച്ചു. ട്രാക്ഷനൊക്കെ ഉണ്ട്. ട്രാക്ഷനുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ABS, EBD, കോർണറിംഗ് ഒക്കെ കാണില്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ ഇതാണോ സൗണ്ട് കേട്ടോ? അവൻ നമുക്കുള്ള ട്രോൾ ഉണ്ടാക്കും. അതെ അതെ, പണ്ട് പറയണ പോലെ ബാറ്ററി വിരോധിയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ സ്കൂട്ടർ ആണെങ്കിൽ എടുക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് ഓലയൊന്നും ഓട്ടിച്ചിട്ട് അങ്ങനെ സുഖമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിനെ ഇഷ്ടം പോലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു തവണ ഇതുപോലെ ഓട്ടിച്ച് നോക്കണം. ടെസ്റ്റ് ഡ്രൈവോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോഴേക്കും പിന്നെ ബൈക്കായിട്ട് ശബ്ദമില്ല. ഇത് ബലിസ്റ്റിക്കിലിട്ടില്ലേ, ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു ത്രില്ല് രസം. പക്ഷെ ക്വിക്ക് ഓവർടേക്ക് ഒക്കെ നടക്കും കേട്ടോ, സുഖമായിട്ട് നടക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നമുണ്ട്, ഈ മിററിൽ നോക്കാതെ ഈ വരുന്ന അമ്മാവന്മാരാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ അധികം ഹോൺ അടിക്കാത്തതാണ്. ഇത് ഹോൺ അടിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ നോക്കൂല, നമുക്ക് അറിയാൻ പറ്റും എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഹോൺ അടിക്കാനല്ലേ ശബ്ദമുള്ളൂ. ഇവിടെ അല്ലേ? ഇത് അകത്തെത്തിയേക്കോളാം. ഇനിയിപ്പോൾ ഓഫ് ചെയ്യണമെങ്കിലോ? ബാക്ക് ഉരുളത്തില്ലല്ലേ? അതെന്താ? ഇനി റീജൻ ഓഫ് ആക്കിയാലേ ബാക്ക് ഉരുളൂ? ബാക്ക് ഉരുളാൻ സത്യം പറഞ്ഞാൽ റിവേഴ്സ് കണക്കല്ല. അല്ലല്ല, ഒന്ന് ബ്രേക്ക് വഴിയാ, ഓട്ടോ ഹോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വെറുതെ അങ്ങ് ഓഫ് ഇത് ഓക്കെ. ടേക്കവേ അകത്തിരിക്കണം. സംഭവം രസമുണ്ട്. ഇപ്പോഴാണ് വെളിച്ചത്ത് കണ്ടത്. മെറ്റാലിക് പെയിന്റ് ഒക്കെ അല്ലേ? ഇതെല്ലാം അത് മറ്റേ ഗാർഡും കൂടെ, കിറ്റിനുള്ള ഒരു ഗാർഡായി. ബാറ്ററിക്ക് പറഞ്ഞു വിടാനും ഒന്നും പറ്റാതിരിക്കാൻ ഈ സംഭവമൊക്കെ കൊള്ളാം. ഡിസൈൻ എലമെന്റ് ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. പിന്നെ ചൂടാകുമ്പോൾ ഭയങ്കര നല്ലതാണ്. സാധാ ബൈക്ക് പോലെ അല്ല. ഓക്കെ, ചൂടുണ്ടോ? എല്ലാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തു. ചൂട് ഹീറ്റിങ്ങിലെല്ലാം ഉണ്ടോ? ഇല്ലേ? ബാബാ ഐസ്ക്രീം കുടിക്കാം. ആരെങ്കിലും പരവാണെങ്കിൽ കുഴപ്പമില്ല. ഇതെനിക്കൊന്ന് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ വണ്ടിയാണ്. What you want?
അതൊന്ന് ട്രൈ ചെയ്ത് ഒരു വാട്ടർ മെലോണും ഒരു മാംഗോ മാംഗോ പറയാം. ഓക്കെ. ഫോണല്ലേ ഇപ്പം മാംഗോ സീസൺ. എന്നാൽ വാട്ടർ മെലോൺ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ. അതായത് നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റൂല. അഭിപ്രായം പറയൂ. ഞാൻ വാട്ടർ മെലൺ ഫിക്സ്. മാംഗോ. എനിക്ക് മാംഗോ. ഓക്കെ, താങ്ക് യു. അങ്ങോട്ടേക്കാം, അത് പിടിക്കാം, അങ്ങേ അറ്റ ടേബിളിൽ പോകണം, സാധനമൊക്കെ എടുക്കാം. വാ. ഇതിന് സ്പൂണില്ല. സ്പൂണില്ല, അതൊരു മാതിരി പന്ന പരിപാടിയാണ്. നീ ഒന്ന് സ്പൂൺ മേടിച്ചല്ലോ. കീ നിൻ്റെ ഇല്ല? എൻ്റെ ഇല്ല. പറ്റി എന്റെ കയ്യിൽ നിന്ന് കീഴങ്ങ് വീണപ്പോ ഈ സാധനം തിറച്ചങ്ങ് പോയി. ഞാൻ തിരിച്ചെടുത്ത് വെച്ചതാ. പൊട്ടിച്ചേ. ഓക്കെ, താങ്ക്സ്. ഇത് ഈ ക്ലാസ്സാ? എന്താണ് ലോഗോ ഒന്നും ഇല്ലേ? സി ആണ്. സി അതല്ലേ ഞാൻ പറഞ്ഞ വൻ ഡിസ്പ്ലേ ഒക്കെ അകത്ത്. ഇപ്പം നമുക്ക് റിവേഴ്സ് ഇടാം. ഇറർ അല്ല, കിൽ സ്വിച്ച് ഓഫ് ആയ. ഇല്ല, കിൽ സ്വിച്ച് ഇതല്ലേ? അത് ഓണായി കിടക്കും. വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യം. ഇത്രയും വെയിറ്റുള്ള വണ്ടി എങ്ങനെ ഉരുട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ സീൻ ഡയലോഗ് അമ്മയോട് പറഞ്ഞു. പക്ഷെ എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ഭയങ്കര. ഇപ്പോൾ സ്വിംഗാം ആണെങ്കിലും സാരി, ഇപ്പം ഈ പുറത്തുനിന്ന് പറഞ്ഞ വണ്ടികളൊക്കെ ഇവിടെ വന്ന് സാരി കാർഡൊക്കെ വയ്ക്കുമ്പോഴല്ലേ വൃത്തികൾ. അതെല്ലാം ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് അവർ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ RC390 അന്ന് പണ്ട് എപ്പോഴോ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പം അതൊന്നും അല്ല ബേസ്. ആ ഫ്രെയിമേ ഫുൾ സാധനങ്ങളൊക്കെ മാറി. അത് അന്ന് 1 ലക്ഷം 1.5 ലക്ഷം രൂപ വണ്ടിക്ക് കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. കോവിഡിന് മുന്നേ. കോവിഡ് വന്നപ്പോഴാണ് പിന്നെ ഇതൊക്കെ നിർത്തി വെച്ച് അവർ അടുത്ത ജനറേഷനാണ് പിന്നെ ഇറക്കിയത്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അടുത്ത ജനറേഷനാണ്. നമ്മൾ അങ്ങോട്ടാ പോകണമെങ്കിൽ ഇതുവഴി കട്ട് ചെയ്ത് പോയാലും മതി. എന്നാ കുറെ കൂടെ മറ്റേ സിഗ്നലിൽ നിൽക്കേണ്ടി വരും. അല്ല, സംഭവം അവിടെ ഒരിക്കലും ആ സാധനം കിട്ടൂല. ആരെങ്കിലും ആ സൈഡിൽ വണ്ടി കൊണ്ട് വെച്ചേക്കും. ഇത് കുറച്ചും കൂടെ മുന്നേ ആ ഓക്സിജന്റെ അവിടെ തന്നെ.
വീലൊക്കെ വീണിട്ട് വലിയ സീനില്ല. വലിയ സീനുമില്ല, ബ്രേക്കിങ്ങും അടിപൊളി. എൻ്റെ മറ്റേ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ബ്രേക്കിംഗ് അല്ലായിരുന്നു. ഞാൻ പറയത്തില്ല, അത് എത്ര പിടിച്ചാലും ആ പവറിനുള്ള ബ്രേക്കിംഗ് ഇല്ല. അത് ഓടിച്ച് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ പൊറോട്ട ഹബിന്റെ അല്ലേ? കുഴിയുണ്ട്. വൃത്തികെട്ട തിരക്ക്. ഇവരെ ഒന്നും അറിയത്തില്ലല്ലേ? അറിയൂല, അതാ ഞാൻ പറഞ്ഞത്. എടുത്തങ്ങ് വയ്ക്കും, ആ പ്രശ്നം. പിടിച്ചിരിക്കാൻ ഞാൻ തന്നെ പേടിച്ചിട്ടുണ്ട് ബുള്ളറ്റ് പോയപ്പോ. അത് നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയും ചെയ്യും. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. വട്ടം വെക്കുമെന്നാ പേടിക്കണം. ആൾക്കാര് വട്ടം വെക്കുമെന്നേ. അതുണ്ട് കേട്ടോ, അത് നല്ല രീതിയിൽ എനിക്കും. ഞാനിത് ആദ്യം ബലിസ്റ്റിക്കിലിട്ട് നമ്മുടെ ആ വഴി കൂടെ രാത്രി ഓടിച്ചപ്പോ ആ ഇരുട്ടത്ത് ഞാൻ അങ്ങനെ ഒരാളിനെ കണ്ടില്ല. ഹോൺ അടിച്ചാലേ അറിയത്തുള്ളൂ. ഹോൺ അടിച്ചോണ്ട് മാത്രം പുള്ളി ഇറങ്ങുന്നത്. സിറ്റിയില് റീജൻ ഉള്ളത് നല്ലതാണ്. സിറ്റിയിൽ ഓടിക്കുമ്പോ റീജൻ ഉള്ളതല്ല. എന്റെ പുറകിലിരിക്കാൻ ഇത്ര സുഖമില്ലെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ലൈറ്റ് ഇടുന്ന സമയത്ത് വരണം അല്ലേ? ലൈറ്റ് ഇടുന്ന ഇവിടെ ലൈറ്റ് ഇടുന്ന സമയത്ത് രാത്രി വരണം. അത് ന്യൂ ഇയറിനും ഉണ്ടാവും. ഓണമാണല്ലോ മെയിൻ പരിപാടി. ഇപ്പൊ ഓണത്തിനുണ്ടാവും. ഈ കാറുകാർ പോലും നോക്കത്തില്ലടാ. കാറുകാരും ഇടയ്ക്ക് 2-3 ദിവസം ഇതുപോലെ കൊണ്ടുവന്ന് കയറ്റി വെച്ചായിരുന്നു. റൈറ്റ് അല്ല ലെഫ്റ്റ്, സോറി. കവടിയാറല്ലേ? വീട്ടിൽ പോലെ ക്യാമറ ഉണ്ടോ? ക്യാമറ ഇവിടെ 1-2 അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഇവിടെ അല്ല, അപ്പുറത്ത്. ഇത് ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ. ഇവിടെ ഇല്ല. ഇവിടെ
ക്യാമറ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്. ആ CCTVയുടെ ബോർഡ് നല്ലായിരുന്നു, അവിടെ വെച്ച് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കായിരുന്നു. തിരിച്ചു പോണോ? ആ അത് നല്ലതല്ലേ ആ ബോർഡ്? എവിടെ കാണിച്ചു തരാം. ഞാൻ എന്ത് ആ ബോർഡാ പറഞ്ഞത്, അതിന്റെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുത്താൽ നല്ലതായിരിക്കും. ഏതോ ഒരാൾ ആക്റ്റീവ് ആണ്. പക്ഷെ ഇതിന്റെ ഹിൽ അസിസ്റ്റ് ഇല്ലേ, എനിക്ക് ഒന്ന് വണ്ടി ഒന്ന് തവണ വരെ ഉള്ളൂ, ഞാൻ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതിൽ ആക്ച്വലി മറ്റേ വണ്ടിയുടെ പോലെ ബ്രേക്ക് അല്ല, മോട്ടർ തിരിച്ചാ കറങ്ങുന്നത്. അപ്പൊ അതൊരു സീനല്ലേ. ഇവിടാണോ വെക്കാൻ ഉദ്ദേശിച്ചത്? ആ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ അല്ലേ? പക്ഷെ വെട്ടമില്ലല്ലേ, ചരിക്കുമ്പോ ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നു. മറ്റേ ഡാർക്ക് തീമിലൊരു ഫോട്ടോ എടുക്കും. ഇപ്പൊ എന്ത് ഞാൻ ചെയ്യുന്ന, നേരെ വന്ന് ആദ്യം താക്കോലിട്ട് അങ്ങ് താക്കും, എന്നിട്ട് വണ്ടിയുടെ മേളിൽ കയറുള്ളൂ. മറ്റേ ഇതോണായി വരെ സമയം എടുക്കും. സമയം എടുക്കും. മോഡൊക്കെ വന്ന്, പക്ഷെ സോഫ്റ്റ്വെയർ ഒക്കെ ഭയങ്കര സ്ലിക്കാണ് കേട്ടോ, വേറെ ബഗ്ഗോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല. അത് മിക്കവാറും എല്ലാം ഇതും അങ്ങനെയാണോ? എന്തുവാ ഇലക്ട്രിക് വണ്ടിയും മറ്റേ പാസ്വേഡൊക്കെ അടിക്കണം മറ്റേ ഓല. ഓ അത് വൻ തൊല്ല. കേറട്ടെ? വീട്ടിലൊറ്റ മനുഷ്യർക്ക് എന്റെ വേളി കയറാൻ പറ്റില്ല. പക്ഷെ നീ മറ്റേത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി എടുക്കട്ടെ എന്നിട്ട് നീ പോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ വേറല്ലേ, മിക്കവാറും എഡിറ്റിംഗ് കൊണ്ട് വണ്ടി ഇറങ്ങിയിട്ട് വരുവോളന്ന്. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ വീഡിയോ വന്നോളൂ. അത് ഇന്നലെ അല്ലേ ഇട്ടേ? തിരിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതിയായിരുന്നല്ലോ. വലിയ സീനില്ല, തിരിച്ചടിക്കുന്നില്ല, കയ്യിലോട്ടൊക്കെ അടിക്കുന്നില്ല. ആ പക്ഷെ ഇത് ഭയങ്കര വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ല കേട്ടോ, 50-50. ഇപ്പം എനിക്ക് തോന്നുന്നു ശരത്ത് വന്നിട്ട് പൊക്കിയപ്പം ശരത്ത് വെയിറ്റ് ആണെന്ന് പറഞ്ഞപ്പോ അവൻ 10-200 കിലോ അടുപ്പിച്ചുള്ള, അതും 197 എന്തോ ഇല്ലേ. ഹിമാലയനുണ്ട്, പക്ഷെ അതിനും വെയിറ്റ് ഉണ്ട് ഇതിന്. പിന്നെ റിവേഴ്സ് ഗിയറും ഉള്ളത് കൊണ്ട് ഭാഗ്യം. അപ്പം കുറച്ച് ദിവസമായിട്ട് ഈ സാധനം പൊക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ ഏത് വണ്ടി ആ ഒരു ബലം ഇട്ടായിരിക്കും എടുത്ത് പൊക്കാൻ നോക്കുന്നത്. ഞാൻ ഇടയ്ക്ക് എന്തോ ഇതിന് വേണ്ടിയിട്ട് മറ്റേ ആക്റ്റീവ് എടുക്കുന്നത്, ഇതെന്തോ ഒരു സുഖമില്ലല്ലോ.
നമ്മൾ ആ ഒരു പവർ ഇട്ട് വലിച്ചു പൊക്കി എടുക്കും. ആ ഇടയ്ക്ക് വെച്ച് മറ്റേ ഇടത്തൂടെ ഓവർടേക്ക് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ബലിസ്റ്റിക്കിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നി. പക്ഷെ ഇത് തന്നെ നല്ല രീതിയിൽ ഞാൻ ഈ മഞ്ഞ കളറാണ്ട് TTS ഒട്ടിക്കണോ എന്നുള്ളൊരു പ്ലാനില്ല. ആ എന്നാലും സെറാമിക്കൊന്നും പോലെ അല്ലല്ലോ, കുറച്ചും കൂടെ കാശാവൂലേ? നല്ല പെയിന്റ് പ്രൊട്ടക്ഷനും കൂടെ. ആ അതെ അതെ. എവിടെ ഉള്ള നല്ലത്? ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ. എടാ നമ്മൾ എറണാകുളത്തായിരുന്നപ്പോഴേ നമ്മൾ മറ്റേ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു സെറാമിക് ഒക്കെ ചെയ്യണ ഷോപ്പ് നമ്മളൊരു പേരിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? അവരെന്തോ ജർമ്മൻ സാധനമായിരുന്നു, നമ്മളെന്തോ പറയത്തില്ലായിരുന്നു അവിടെ. ലച്ചൂട്ടൻസ്. നോക്കി മന്തിയും കൊതിയിട്ട് നിർത്തി മേടിച്ചൂടെ. ഹെൽമെറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടിക്കുന്നത് ഞാൻ പുറകിൽ നിന്ന് വരുന്ന കേട്ടോ. നല്ല രസമാണ്. ഇത്രയും വലിയ വണ്ടിയാണെന്ന് പറഞ്ഞ് കുത്തിക്കെട്ടിക്കൊണ്ട് പോകാനൊന്നും പാടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നീ ആരും ഇല്ലാതെ ഓട്ടിച്ചു നോക്കണം, അപ്പോഴാ കുറച്ചും കൂടെ അവരെ ഫണ്ട് മനസ്സിലാവുള്ളൂ. എനിക്ക് വലിയ സീൻ തോന്നിയില്ല. ആരും ഇരുത്താതിരിക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പോ മനസ്സിലായി, ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ തെറി പറയും.